ഒരുപക്ഷെ 2018 കിരീട വിജയം വരെ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള പ്രയാണത്തിലായിരുന്നു ഫ്രാൻസ്. ഒരു കാലത്ത് ഫുട്ബോൾ ലോകത്ത് മായാത്ത വിസ്മയങ്ങൾ സൃഷ്ടിച്ച ഫ്രാൻസിന് 1998 വേൾഡ് കപ്പിൽ തുടങ്ങിയ വിജയത്തിന് ശേഷം അവർ നേടിയ യൂറോയും കോൺഫെഡറേഷനുമെല്ലാം തങ്ങളുടെ വിജയങ്ങൾ കൊണ്ട് പ്രതിഫലിപ്പിക്കാനായതാണ്. ശേഷം 2006 ഇറ്റലിക്കെതിരെ ഫൈനലിൽ പുറത്തായതിനു ശേഷം ആ പോരാട്ടവീര്യം കൊണ്ട് 2018 വരെ ശൂന്യമായ ചരിത്രപുസ്തകം മാത്രമാണ് അവരുടേത്. ആ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കപ്പെടില്ല എന്ന പ്രത്യാശ ആരാധകരിൽ വ്യക്തമായി അവതരിക്കപ്പെടുമ്പോഴേക്കും അവർ വീണ്ടും ചരിത്രങ്ങളിലേക്ക് തങ്ങളുടെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കാൽപന്ത് ഭൂമിയിലെ ഇതിഹാസങ്ങൾ ഏറെ പിറന്നു വീണ് പന്താടിയ മണ്ണാണ് ഫ്രാൻസ്. ആ ഫ്രാൻസിന്റെ തകർച്ചയെ നേരിടാൻ കാൽപന്ത് ലോകം പോലും തയ്യാറായിരുന്നില്ല. പട്ടിണിയിൽ നിന്നും പരിവട്ടത്തിൽ നിന്നും പോരടിച്ച് നേടിയ വിജയമായിരുന്നു അവരെ ഇതിഹാസമെന്ന് വിളിപ്പിച്ചത്. 1904 രൂപം കൊണ്ട ഫ്രാൻസ് എന്ന ഫുട്ബോൾ വസന്തം നേടിയ നേട്ടങ്ങളിൽ 2 വേൾഡ് കപ്പും 2 യൂറോ കപ്പ് 2 കോൺഫെഡറേഷൻ കപ്പും തുടങ്ങി കിരീടങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. സ്ഥാപിതമായി 80 വർഷങ്ങൾക്കപ്പുറം പ്ലാറ്റിനി എന്ന ഇതിഹാസം നേടിക്കൊടുത്ത യൂറോ കപ്പായിരുന്നു അവരുടെ ഔദ്യോഗിക കിരീടങ്ങളിലെ ആദ്യ പതിപ്പ്. ശേഷം 1998 അവർ കാലമേറെയായി കാത്തിരുന്ന വേൾഡ് കപ്പ് എന്ന മോഹം സാധ്യമാകുന്നത് അന്ന് ക്യാപ്റ്റനായിരുന്ന ദിദിയർ ദഷാംസിന്റെയും സിനദിൻ സിദാൻ എന്ന ഐതിഹാസിക താരത്തിന്റെയും മികവിൽ തന്നെയായിരുന്നു. ആ യുഗം സുവർണകാലമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 2000 അതേ ടീമുമായി വന്ന് ഒരു യൂറോ കൂടി അവർ നേടിയെടുക്കുന്നുണ്ട്. പിന്നീട് ആ സുവർണയുഗത്തെ 2006 ഇറ്റലിയുമായുള്ള ഫൈനലിൽ കാൽപന്ത് ലോകത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നീട് 2018 വരെ നാം കണ്ട ഫ്രാൻസ് എന്ന ഫുട്ബോൾ തീർത്തും തകർച്ചയുടെ വക്കിലായിരുന്നു. അവിടെയും രക്ഷകനായി അവതരിച്ചത് 1998 തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടം നേടിയ ക്യാപ്റ്റൻ ദിദിയർ തന്നെ. തൻ്റെ പ്രതിബദ്ധം കൊണ്ട് മാത്രം പ്രതിഭകൾ ഏറെ നിറഞ്ഞ തൻ്റെ ടീമിനെ പ്രതിഭാസമ്പന്നമായ ഒരു ടീമാക്കി മാറ്റുന്നുണ്ട്. പ്രതിഭകൾ ഏറെ പിറന്നു വീണിട്ടും ഉപയോഗശൂന്യമായി നഷ്ടപ്പെടുത്തി കളയുക എന്ന ഈ രീതിയായിരുന്നു അതുവരെ ഫ്രാൻസ് എന്ന ഫുട്ബോളിനെ നാശത്തിലേക്ക് നയിച്ചത്. 2018 വേൾഡ് കപ്പിന് മുന്നേ നടന്ന 2016 യൂറോ കപ്പിൽ പോർച്ചുഗലിനോട് ഫൈനൽ തോറ്റ് പുറത്തായതിൻ്റെ പരിഹാസ്യതയിൽ നിന്നും ആ പരിശീലകൻ 2018 വേൾഡ് കപ്പ് കൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. തീർന്നില്ല. ആ പരിശീലക ദൗത്യത്തിൻ്റെ പൂർണ്ണവ്യാപ്തി അയാൾ തുറന്നു കാട്ടുന്നത് 2021 കോൺഫെഡറേഷൻ കിരീടം നേടിക്കൊണ്ടുകൂടിയാണ്. 2021 ആ കിരീടം കൂടി നേടിയതോടെ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ യുഎഫയുടെയും ഫിഫയുടെയും പൂർണ്ണ കിരീടങ്ങൾ നേടുന്ന ഏക ടീമായി ഫ്രാൻസിനെ അയാൾ മാറ്റിയെടുക്കുന്നു. തങ്ങളിൽ നിന്നും വിട്ടുപോകാത്ത കിരീടമെന്ന ഭാഗ്യം 2022 ഖത്തറിൽ കൂടി അവതരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഫൈനലിൽ അർജന്റീനയോട് തോറ്റു മടങ്ങിയതോടെ ആ സ്വപ്നം പൂവണിയാതെ പോയി. എങ്കിലും സ്വപ്ന സമാനമായ ഒരു കിരീട പോരാട്ടം സമ്മാനിച്ചുകൊണ്ട് ഫ്രാൻസ് തന്നെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ആരാധക മിഴിയണികളിൽ ഫ്രാൻസിന്റെ കളിവൈഭവം ഏറെ ആനന്ദം സൃഷ്ടിച്ചിരുന്നു. ഒരുപക്ഷെ 2024 യൂറോ കപ്പിനെത്തുമ്പോൾ ഫ്രാൻസിലെ തന്റെ അവസാനത്തെ പരിശീലക മത്സരങ്ങളായിരിക്കും യൂറോയിൽ ദിദിയർ അവതരിപ്പിക്കുക. നഷ്ടപ്പെട്ട പ്രതാപത്തെ തിരികെ തന്ന തങ്ങളുടെ നായകന് ഈ യൂറോ കിരീടം കൂടി സമ്മാനിച്ചുകൊണ്ട് ഒരു സുന്ദര സമാപ്തി നൽകുക എന്നത് ഓരോ ഫ്രാൻസ് ആരാധകന്റെയും സ്വപ്നങ്ങളായിരിക്കും. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രാപ്തമായ ഒരു നിരയെ തന്നെയാണ് ഫ്രാൻസിനായി ഈ സീസണിലും തങ്ങളുടെ പരിശീലകൻ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഹ്യൂഗോ ലോറിസ് എന്ന അധികാരിക ഗോൾ കീപ്പറിന്റെ പടിയിറക്കം വഴിവെച്ച ശൂന്യതയിലേക്ക് തങ്ങളുടെ രാജ്യത്തിന്റെ കാവലാളായി ചുമതലയേൽക്കേണ്ടത് ക്ലബ്ബ് ഫുട്ബോളിൽ പ്രതിബദ്ധം സൃഷ്ടിച്ചു കഴിഞ്ഞ മൈഗ്നനും അൽഫോൺസോ അറിയോളയും കൂടെ സാംബയുമാണ്. പ്രതിരോധം കൊണ്ട് എതിർ മുന്നേറ്റങ്ങളെ അവരുടെ ബുദ്ധിപരമായ നീക്കങ്ങളെ തടയിടാൻ ഉപമക്കാനയും ഹെർണാണ്ടസും കൊണാറ്റയും ബെഞ്ചമിൻ പവാർഡും കൗണ്ടയും മെൻഡിയും സാലിബയും തുടങ്ങി പ്രതിഭകൾ ഏറെ നിറഞ്ഞ പ്രതിരോധമാണ് ഫ്രാൻസിൻ്റേത്. കാൽപന്ത് കളിയിലെ ഹൃദയഭൂമിയായ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഗ്രീസ്മാനിൽ കേന്ദ്രീതമായി അഡ്രിയാൻ റാബിയോട്ടും ഷുവമേനിയും കാമവിംഗയും കൂടെ ഫ്രാൻസ് ടീമിലേക്ക് തിരികെ വരുന്ന അവരുടെ മധ്യനിരയിലെ വജ്രായുധം എങ്കോളോ കാന്റെയുമുണ്ട്. ആദ്യ 11ലേക്കുള്ള പരിശീലകന്റെ പ്രാതിനിധ്യം തീർത്തും പ്രതിസന്ധികൾ ഏറെ നിറഞ്ഞതാകും ഈ പ്രതിബദ്ധം നിറഞ്ഞ മധ്യനിരയിൽ. മുന്നേറ്റ നിരയിൽ 37ലും തളരാത്ത ജിറൂദ് എന്ന പ്രഭാവം ഫ്രാൻസ് നിരയിൽ നിന്നും അവിഭാജ്യം തന്നെയാണ്. കൂടെ ഗോൾ പോച്ചറായി മാർക്കസ് തുറാമുമുണ്ട്. ഇടതു വലതു വിങ്ങിലൂടെ തന്റെ കാലിനിണങ്ങിയ കളിവൈഭവം കൊണ്ട് എതിർവരമ്പുകളിൽ മായാജാലം സൃഷ്ടിക്കാൻ എംബാപ്പയും കൂടെ ഡംബലയുമുണ്ട്. തീർന്നില്ല. മുവാനിയും ബാർക്കോളയും കോമനും ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയെ അതിസുന്ദരമാക്കി മാറ്റുന്നുണ്ട്. ഇനിയുള്ളത് പോരാട്ടഭൂമിയിലെ കാണാൻ പോകാനുള്ള ഈ താരരാജാക്കന്മാരുടെ കാൽപന്ത് വിസ്മയം. കാത്തിരിക്കാം ആ വിസ്മയ കാഴ്ചകൾക്കായി. സ്പോർട്സ് ഡെസ്ക് അസി ടോക്സ്.